നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ KT ജലീലിനെ ഇന്നലെ സ്പീക്കർ AN ഷംസീർ എടുത്തുകൊടുത്തു. പ്രതിപക്ഷത്ത് മാത്രമല്ല ഭരണപക്ഷത്തും ഇത് ചിരിയുണർത്തി. ജലീലിന് കിട്ടേണ്ടത് കിട്ടിയെന്നാണ് മാധ്യമങ്ങൾ പോലും പറഞ്ഞിരിക്കുന്നത്. സർവകലാശാല വിഷയത്തിൽ KT ജലീൽ സംസാരിക്കുന്നു. ഇതിനിടയിൽ നിരവധി തവണ പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് സ്പീക്കർ ജലീലിനോട് പറയുന്നു. എന്നാൽ ജലീൽ ഒട്ടും വഴങ്ങുന്നില്ല. സ്പീക്കറുടെ മുന്നിൽ ജലീൽ കാണിക്കുന്നത് തികഞ്ഞ ധിക്കാരപൂർവമായ പെരുമാറ്റം. ഒടുവിൽ ജലീൽ തനിക്ക് മുന്നിൽ വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയ സ്പീക്കർ പിന്നീട് കർശന നിലപാടുകൾ കൈക്കൊള്ളുന്നു. ഒടുവിൽ നാടകീയ രംഗങ്ങൾക്കാണ് സഭ വേദിയായത്. സ്പീക്കറുടെ നിർദ്ദേശം മറികടന്ന് പ്രസംഗം തുടർന്ന് ജലീലിൻ്റെ മൈക്ക് സ്പീക്കർ AN ഷംസീർ ഇടപെട്ട് ഓഫ് ചെയ്തു. എന്നിട്ടും ജലീൽ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നില്ല. സ്വയംഭരണ സർവകലാശാലകളെക്കുറിച്ചും സർവകലാശാല നിയമം ഭേദഗതി ചെയ്യുന്നതിനെക്കുറിച്ചുമായിരുന്നു KT ജലീൽ പ്രസംഗിച്ചത്. ജലീലിന് അനുവദിച്ച സമയം കടന്നുപോയിട്ടും ജലീലിന് ഒരുവിധ കുലുക്കവുമില്ല. സ്പീക്കർ AN ഷംസീർ പ്രസംഗം നിർത്താൻ ഇതിനിടയിൽ നിരവധി തവണ പറഞ്ഞു. ജലീൽ പ്രസംഗം ചുരുക്കണം, ഇത് ശരിയല്ല, ചെയറിൻ്റെ അഭ്യർത്ഥന മാനിക്കണം, ജലീൽ ഇരിക്കണം, ചെയറിനോടൊന്ന് സഹകരിക്കണം, തുടർച്ചയായി സ്പീക്കർ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ മറുവശത്ത് യാതൊരു വിധത്തിലും ആ അഭ്യർത്ഥന വകവയ്ക്കാതെ ജലീൽ തൻ്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. ജലീലിന് ശേഷം സംസാരിക്കാൻ CPI അംഗം EK വിജയന് അവസരവും നൽകി സ്പീക്കർ. എന്നാൽ EK വിജയൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടും ജലീൽ തൻ്റെ പ്രസംഗം നിർത്തുന്നില്ല. ചെയർ ഒരുപാട് തവണ സഹകരിച്ചു. പ്രതിപക്ഷം പോലും കൃത്യസമയത്ത് അവസാനിപ്പിച്ചു. അങ്ങനെയാണ് ചെയറിനോട് മര്യാദ കാട്ടേണ്ടത്. ചെയറിനോട് കാണിക്കേണ്ട ജെന്റിൽനെസ് ജലീൽ കാണിച്ചിട്ടില്ല. KT ജലീലിന് പ്രത്യേക പരിഗണനയൊന്നും സഭയ്ക്കകത്തില്ല, ഒരു പ്രിവിലേജുമില്ല. പച്ചയ്ക്ക് സ്പീക്കർ തുറന്നടിച്ചു. ഇതോടെ മുഖത്ത് ഇടിവെട്ടേറ്റതുപോലെ ജലീൽ ഇരുന്നു പോയി എന്നാണ് അടുത്തിരുന്നവർ പറഞ്ഞത്. അല്ലെങ്കിലും KT ജലീലിന് ഒരു നട്ടെല്ല് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ AN ഷംസീറിൻ്റെ നിലപാടിനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കയ്യടിയോടെയാണ് സ്വീകരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് AN ഷംസീർ. അതുകൊണ്ട് തന്നെ തൻ്റെ രാഷ്ട്രീയ ഗുരു എപ്പോഴും കോടിയേരി ബാലകൃഷ്ണനായിരിക്കുമെന്ന് AN ഷംസീർ ഓർമ്മപ്പെടുത്താറുണ്ട്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ AN ഷംസീറിന് യാതൊരുവിധ പരിഗണനയും കൊടുത്തില്ല. എന്നാൽ റിയാസിനെ പിടിച്ച് മന്ത്രിയാക്കി. ഇതിൽ ക്ഷുഭിതനായിരുന്നു ഷംസീർ. പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടാണ് ഷംസീറിനെ സ്പീക്കറാക്കുന്നതും സ്പീക്കറായിരുന്ന രാജേഷിനെ നേരെ മന്ത്രിയാക്കുന്നതും. തൻ്റെ ജയത്തിലും പരാജയത്തിലുമൊക്കെ എപ്പോഴും ഒപ്പം നിന്ന നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് AN ഷംസീർ പലപ്പോഴും പറയും. തൻ്റെ രാഷ്ട്രീയ ഗുരു. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് തുടങ്ങി സ്പീക്കർ പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതുവരെ തനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി തന്നെ മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് ഷംസീർ എപ്പോഴും പറയും. ചുരുക്കത്തിൽ ഷംസീറിന് പിണറായി വിജയനോട് അത്ര വലിയ മമതയൊന്നുമില്ല. ഇത് പിണറായിക്കും അറിയാം. MP രാജേഷിന് പകരക്കാരനായാണ് സ്പീക്കർ കസേരയിലെത്തിയത് AN ഷംസീർ. അന്നു മുതൽ മന്ത്രി രാജേഷിനെതിരെ പലപ്പോഴും AN ഷംസീർ വടിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്പീക്കറായിരുന്നപ്പോൾ രാജേഷും പലതവണ AN ഷംസീറിനെതിരെ വടിയെടുത്തിട്ടുണ്ട്. പണ്ട് സ്പീക്കറായിരുന്നപ്പോൾ രാജേഷ് AN ഷംസീറിനെ എടുത്തുടുത്തിരുന്നു നിയമസഭയിൽ വെച്ച്. അതിൻ്റെ കലിപ്പ് എന്തായാലും AN ഷംസീറിൻ്റെ മനസ്സിലുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ കൊണ്ടും കൊടുത്തുമൊക്കെ ഈ രണ്ടുപേരും പലപ്പോഴും നിയമസഭയിൽ ചിരി പടർത്തി. 2024 ജൂലൈ 5 ആദ്യമായി നിയമസഭയിൽ രാജേഷിനെതിരെ ഷംസീർ അങ്ങ് കട്ടയ്ക്ക് തിരിഞ്ഞു. പ്രതിപക്ഷത്തിന് പ്രസംഗിക്കാൻ സ്പീക്കർ കൂടുതൽ സമയം അനുവദിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു അന്ന് രാജേഷ് ഇറങ്ങിത്തിരിച്ചത്. റോഡുകളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച് മുസ്ലിം ലീഗിലെ നജീബ് കാന്തപുരത്തിന് 16.22 മിനിറ്റ് സമയം പ്രസംഗിക്കാൻ അനുവദിച്ചിരുന്നു സ്പീക്കർ. ഇതിനെ MP രാജേഷ് പരസ്യമായി ചോദ്യം ചെയ്തു. മന്ത്രിമാർ സംസാരിക്കുമ്പോൾ പോലും സ്പീക്കർ സമയക്രമം കൃത്യമാണ് എന്ന് ഉറപ്പിക്കാറുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസ് അവതരണത്തിന് കീഴ്വഴക്കം ലംഘിച്ച് 16.22 മിനിറ്റ് അനുവദിച്ചുവെന്നായിരുന്നു MP രാജേഷിൻ്റെ ആരോപണം. എന്നാൽ നിയമസഭയിലെ ഡിജിറ്റൽ ക്ലോക്കിൻ്റെ തകരാറിനെ തുടർന്നാണ് കൂടുതൽ സമയമെടുത്തത് എന്ന് സ്പീക്കർ വിശദീകരിച്ചു. സാധാരണ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുമ്പോൾ 10 മിനിറ്റ് മാത്രമേ നൽകാറുള്ളൂ. തനിക്ക് മുന്നിലുള്ള വാച്ചിൽ സമയം നോക്കുന്നുണ്ട് എന്ന് സ്പീക്കർ അപ്പോൾ രാജേഷിനോട് തിരിച്ചടിച്ചു. ഇതിനിടയിൽ AN ഷംസീർ MP രാജേഷിന് നേരെ കട്ടയ്ക്കങ്ങ് തിരിഞ്ഞു. രാജേഷ് സംസാരിക്കുന്നതിനിടയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് നേരിട്ട് മന്ത്രി ഉത്തരം പറഞ്ഞതാണ് സ്പീക്കറിനെ ചൊടിപ്പിച്ചത്. പരസ്പരമുള്ള ഷട്ടിൽ കളിയല്ല നിയമസഭയിലെ ചർച്ചയെന്ന് സ്പീക്കർ തുറന്നടിച്ചു.
ചർച്ചയ്ക്കിടെ സ്പീക്കറുടെ അനുവാദമില്ലാതെ പ്രതിപക്ഷം ചോദ്യമുന്നയിക്കുകയും മന്ത്രി ഉത്തരം പറയുകയും ചെയ്തതിനെ വിമർശിക്കുകയായിരുന്നു AN ഷംസീർ. ചട്ടമൊക്കെ കൃത്യമായി അറിയാവുന്നയാളാണ് ഷംസീർ. ഇനി ഇത്തരം നടപടികൾ ആവർത്തിച്ചാൽ മന്ത്രിക്ക് മൈക്ക് ഉൾപ്പെടെ നൽകില്ല എന്ന് ഷംസീർ തുറന്നടിച്ചു. ഇതോടെ വിഷയത്തിൽ MP രാജേഷ് ക്ഷമ പറയുന്ന ഗതികേടിലെത്തി. ക്ഷമയുടെ കാര്യമല്ല, ഇനി മുതൽ അനുസരിക്കണമെന്ന് സ്പീക്കർ തിരിച്ചടിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് AN ഷംസീർ സംസാരിക്കുമ്പോൾ 15 മിനിറ്റായി എന്ന് സ്പീക്കറായിരുന്ന MP രാജേഷ് ഷംസീറിനെ ഓർമ്മപ്പെടുത്തി. ഇത് ഷംസീറിനെ ചൊടിപ്പിച്ചു. അത് നിങ്ങൾ അപ്പുറത്തൊന്നും കണ്ടില്ലല്ലോ എന്നായിരുന്നു ഷംസീറിൻ്റെ മറുപടി. ഇതോടെ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് MP രാജേഷ് ഷംസീറിനെ ഓർമ്മപ്പെടുത്തുന്നു. സ്പീക്കർ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണമെന്ന് ഷംസീർ നേരെ MP രാജേഷിനോട് പറയുന്നു. ഇതോടെ പ്രതിപക്ഷം ശബ്ദമുയർത്തി. ഉടൻ തന്നെ താൻ സ്പീക്കറെ ചോദ്യം ചെയ്തതല്ല എന്ന മറുപടിയുമായി ഷംസീർ രംഗത്തെത്തി. പിന്നീട് 1.5 വർഷത്തിന് ശേഷം 2022 ഡിസംബറിൽ സഭയിൽ മുൻ സ്പീക്കറായ രാജേഷിന് അതേ നാണയത്തിൽ ഷംസീർ ഒരു തിരിച്ചടിയും കൊടുത്തു. കോവിഡ് കാലത്ത് ഷംസീർ മാസ്ക് ഇല്ലാതെ സഭയിലിരുന്നപ്പോൾ അന്ന് MP രാജേഷ് കണക്കിന് കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട AN ഷംസീർ അങ്ങ് തീരെ മാസ്ക് ഉപേക്ഷിച്ചതായാണ് കാണുന്നത്. ദൃശ്യങ്ങൾ വെബ്കാസ്റ്റ് ചെയ്യുന്നതാണ്. ടെലിവിഷനിലൂടെ ആളുകൾ കാണും. ഇത് തെറ്റായ സന്ദേശം നൽകുമെന്ന് സ്പീക്കർ ഓർമ്മപ്പെടുത്തി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടക്കത്തിൽ എല്ലാവരോടും പകയോടെ നിൽക്കുന്ന AN ഷംസീറിനെ ആയിരുന്നു നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ കലിപ്പ് സാക്ഷാൽ മുഹമ്മദ് റിയാസിനോട്. അന്ന് AN ഷംസീറിനൊരു മന്ത്രിസ്ഥാനമൊക്കെ ഷംസീർ പ്രതീക്ഷിച്ചിരുന്നു. റിയാസിന് നറുക്ക് വീണതോടെ ആദ്യം ഷംസീർ തഴയപ്പെട്ടു. പിന്നീട് കോടിയേരി ഇടപെട്ടാണ് സ്പീക്കറാക്കിയത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ മുഹമ്മദ് റിയാസും AN ഷംസീറും തമ്മിൽ ഏറ്റുമുട്ടി. MLA മാർ കരാറുകാരെ കൂട്ടി കാണാൻ വരരുത് എന്ന് റിയാസ് നിയമസഭയിൽ പറഞ്ഞതിനെ പിന്നീട് പാർട്ടി സമിതിയിൽ AN ഷംസീർ കട്ടയ്ക്ക് വിമർശിച്ചു. ആരെയൊക്കെ കൂട്ടി മന്ത്രിയെ കാണാൻ വരണമെന്ന് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടത് എന്ന് AN ഷംസീർ പറഞ്ഞിരുന്നു. അത്തരം വിമർശനങ്ങളോടൊന്ന് റിയാസ് പിന്നീട് പ്രതികരിച്ചില്ല. കാരണം AN ഷംസീറും റിയാസും തമ്മിലുള്ള വാഗ്വാദം അത് റിയാസിന് അപകടം വരുത്തി വയ്ക്കുമെന്നും മുഹമ്മദ് റിയാസിന് മനസ്സിലായി. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ റിയാസിനെ പിടിച്ചു മന്ത്രിയാക്കിയതിൽ ഷംസീറിന് തുടക്കം മുതൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഇത് പല ഘട്ടങ്ങളിലും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടാണ് ഷംസീറിനെ സ്പീക്കറാക്കിയത്. എന്നിട്ടും സ്പീക്കറുടെ മനസ്സിൽ ഇപ്പോഴും പഴയ പക പലപ്പോഴും കത്താറുണ്ട്. സ്പീക്കറായ ഷംസീറിൻ്റെ നിലപാടുകൾക്കെതിരെ ഭരണപക്ഷ MLA മാർ പോലും പലപ്പോഴും എതിർപ്പുകൾ ഉയർത്തി. സഭയിൽ ഷംസീർ സ്വീകരിച്ച നിഷ്പക്ഷ നിലപാടുകളാണ് പലപ്പോഴും ഇത്തരം വിവാദങ്ങൾക്കിടവരുത്തിയത് എന്ന് ഷംസീർ വിശദീകരിക്കുന്നു. MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ ഒഴിവിലായിരുന്നു MP രാജേഷ് തദ്ദേശ എക്സൈസ് വകുപ്പുകൾ ഏറ്റെടുത്ത് മന്ത്രിസഭയിലേക്ക് എത്തിയത്. പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് കോടിയേരിയും പിണറായിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഷംസീറിനെ പരിഗണിക്കണമെന്ന കാര്യം കോടിയേരി പിണറായിയോട് പറയുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് AN ഷംസീറിനെ പിണറായി വിജയൻ സ്പീക്കറാക്കുന്നത്. അതും കോടിയേരിയുടെ നിർബന്ധത്തിന് വഴങ്ങി. മുഹമ്മദ് റിയാസിനെ മന്ത്രിയായി വാഴിച്ചതുകൊണ്ട് കോടിയേരിയുടെ ഇത്തരമൊരു ഡിമാൻഡ് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പിണറായിക്ക്. സ്പീക്കറാകുന്നത് വരെ താൻ സഭയിൽ കുഴപ്പക്കാരൻ്റെ റോളിലായിരുന്നു എന്ന് AN ഷംസീർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സഭയ്ക്കകത്തെ ഏറ്റവും വികൃതിക്കാരനെന്നാണ് തന്നെ പലരും വിശേഷിപ്പിച്ചിരുന്നത്. KM മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള കോൺഗ്രസ് സംഘടിപ്പിച്ച 1000 കേന്ദ്രങ്ങളിലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴാണ് ഇത്തരമൊരു പരാമർശം AN ഷംസീർ നടത്തിയത്. എന്തായാലും ഷംസീർ ഇപ്പോൾ എല്ലാവരോടും പകയോടെയാണ്. മറുവശത്ത് KT ജലീൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ തനിക്കൊരു മന്ത്രി ബർത്ത് കിട്ടിയില്ല എന്ന പരിഭവക്കാരനുമാണ്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പല തുറന്നടികളും KT ജലീൽ നടത്തുന്നു. PV അൻവർ പാർട്ടിയോട് കലഹിച്ചപ്പോൾ അൻവറിന് പിന്തുണ നൽകി പാർട്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നു എന്ന പ്രതീതിയൊക്കെ സൃഷ്ടിച്ച വ്യക്തിയാണ് KT ജലീൽ. പിന്നീട് പിണറായി വിജയന് കീഴടങ്ങി. എങ്കിലും മന്ത്രിയാക്കാത്ത പരിഭവം ഇപ്പോൾ KT ജലീലിൻ്റെ ഉള്ളിൽ ശക്തമാണ്. ഇതിനിടയിൽ സമുദായത്തിലെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജലീൽ ശക്തമായി വിമർശനങ്ങൾ ചൊരിഞ്ഞിരുന്നു. പലവിധ കാരണങ്ങളുണ്ട് AN ഷംസീറിനും KT ജലീലിനുമിടയിൽ. എന്തായാലും അംഗങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന കാഴ്ച ഭരണകക്ഷി അംഗങ്ങളിൽ പോലും ചിരി പടർത്തുന്നു. മറുവശത്ത് CPM-നുള്ളിലെ അംഗങ്ങൾക്കിടയിൽ കടുത്ത ചേരിപ്പോരുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഒരിക്കൽ കൂടി ഈ സംഭവങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.